ഹായ് ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാൻഡ് റവന്യൂ സിസ്റ്റമാണ്. ലാൻഡ് റവന്യൂ സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കേട്ടറ്റ് ബേസിസിൽ. കാറ്റഗറി 2-നും 3-നും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ലാൻഡ് റവന്യൂ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. വിച്ച് ലാൻഡ് റവന്യൂ സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് കോൺവാലിസ്? ലോർഡ് കോൺവാലിസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ലാൻഡ് റവന്യൂ സിസ്റ്റം ഏതാണ്? അതാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. It was introduced in the year 1793. Okay, second question. Under the permanent settlement, who were recognized as landowners? പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് അനുസരിച്ച് ലാൻഡ് ഓണേഴ്സ് ആയി കണക്കാക്കിയിരുന്നത് ആരെയാണ്? സെമീൻദാർസിനെയാണ് ലാൻഡ് ഓണേഴ്സ് ആയിട്ട് കണക്കാക്കിയിരുന്നത്. ദെൻ തേർഡ് വൺ, വിച്ച് ലാൻഡ് റവന്യൂ സിസ്റ്റം ഫിക്സഡ് ദ ലാൻഡ് റവന്യൂ പെർമനൻ്റ്ലി? ലാൻഡ് റവന്യൂ പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരുന്ന റവന്യൂ സിസ്റ്റമാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. Permanent settlement, fourth question. Permanent settlement was introduced in which regions? ഏതൊക്കെ പ്രദേശങ്ങളിലാണ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് നിലവിലുണ്ടായിരുന്നത്? ബംഗാൾ, ബീഹാർ, ഒറീസ ആൻഡ് പാർട്സ് ഓഫ് ഉത്തർപ്രദേശ്. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ റൈറ്റ് വാരി സിസ്റ്റം? ആരാണ് റൈറ്റ് വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? തോമസ് മൺട്രോ ആൻഡ് അലക്സാണ്ടർ റീഡ്. ദെൻ ഇൻ ദ റൈറ്റ് വാരി സിസ്റ്റം റവന്യൂ വാസ് കളക്റ്റഡ് ഫ്രം? റൈറ്റ് വാരി സിസ്റ്റത്തിലെ റവന്യൂ ആരിൽ നിന്നാണ് കളക്ട് ചെയ്തിരുന്നത്? റയറ്റ്സ് അഥവാ പെസൻസിൽ നിന്ന് ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്തിരുന്ന റവന്യൂ ആണ് റൈറ്റ് വാരി സിസ്റ്റത്തിൽ. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ. ദ ലാൻഡ് റവന്യൂ സിസ്റ്റം വിച്ച് വാസ് പ്രിവലൻറ്റ് ഇൻ മദ്രാസ് ആൻഡ് ബോംബെ പ്രസിഡൻസി? മദ്രാസ്, ബോംബെ പ്രസിഡൻസികളിൽ നിലനിന്നിരുന്ന ലാൻഡ് റവന്യൂ സിസ്റ്റം ഏതാണ്? അത് നമ്മുടെ റൈറ്റ് വാരി സിസ്റ്റമാണ്. ഓക്കെ, ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ. ദ ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹോൾട്ട് മാക്കൻസി ആൻഡ് ലേറ്റർ മോഡിഫൈഡ് ബൈ ലോർഡ് വില്യം ബെൻറ്റിക്. ഹോൾട്ട് മാക്കൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു, പിന്നീട് വില്യം ബെൻറ്റിക് അത് മോഡിഫൈ ചെയ്തിട്ടുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് മഹൽവാരി സിസ്റ്റം. അണ്ടർ ദ മഹൽവാരി സിസ്റ്റം റവന്യൂ വാസ് കളക്റ്റഡ് ഫ്രം? മഹൽവാരി സിസ്റ്റത്തിൽ എവിടെ നിന്നാണ് റവന്യൂ കളക്ട് ചെയ്തിരുന്നത്? റൈറ്റ് വാരി സിസ്റ്റത്തിൽ ഡയറക്ട്ലി ഫ്രം ദ പെസൻസ് എന്ന് പറഞ്ഞു. എന്നിരുന്നാൽ മഹൽവാരി സിസ്റ്റത്തിലെ വില്ലേജ് അല്ലെങ്കിൽ മഹൽസിൽ നിന്നാണ് ലാൻഡ് റവന്യൂ കളക്ട് ചെയ്തിരുന്നത്. മഹൽസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ്. ദെൻ വിച്ച് ലാൻഡ് റവന്യൂ സിസ്റ്റം ബെനിഫിറ്റഡ് ദ സെമീൻദാർസ് ദ മോസ്റ്റ്? സെമീൻദാറുകൾക്ക് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റം ഏതായിരുന്നു? പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിസ്റ്റവും അതിൻ്റെ മെയിൻ ഫീച്ചറുമാണ്. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കതിന് മെയിനായിട്ട് പറയാനുള്ള കാര്യം അവിടെ ഫിക്സഡ് റവന്യൂ ആണ് കിട്ടിയിരുന്നത്. റൈറ്റ് വാരി സിസ്റ്റത്തിലെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ദ ലാൻഡ് റവന്യൂ വാസ് കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ദ പെസൻസ്, റയറ്റ്സ്. ദെൻ മഹൽവാരി സിസ്റ്റത്തിലെ ലാൻഡ് റവന്യൂ വാസ് കളക്റ്റഡ് ഫ്രം ദ വില്ലേജസ് ഓർ ഫ്രം ദ മഹൽസ്. മഹൽസ് മീൻസ് ഗ്രൂപ്പ് ഓഫ് വില്ലേജസ്. അപ്പോൾ ഇത്രയാണ് ലാൻഡ് റവന്യൂ സിസ്റ്റവുമായിട്ട് ലാൻഡ് റവന്യൂ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഓക്കെ, താങ്ക് യു.